ഞാനൊരു കാടിൻ്റെ കഥ പറയാം, ഒരു നാടിൻ്റെ കഥ പറയാം, ഒരു വീരൻ്റെ അല്ലേ അത് വേണ്ട, തിരുവനന്തപുരം ജില്ലയുടെ കഥ പറയാം. പാടാം പാടാം ആരോമശേഖവർക്ക് വട്ടുപിടിച്ച കഥകൾ. അതെ, കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ശേഷം കാണിക്കുന്നത് ആനന്ദും അവൻ്റെ വൈഫായ ബിനുവും കൂടെ കാറിൽ സഞ്ചരിക്കുന്നു. ആനന്ദും ബിനുവും ബാംഗ്ലൂരിൽ നിന്ന് ആനന്ദിൻ്റെ ജോലിയുടെ കാര്യത്തിനായി തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വന്നവരാണ്. ഇവർ ഫ്ലാറ്റിലെത്തിയപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായി ഒരു പോലീസുകാരൻ അവിടെ വരുന്നു. പുള്ളിക്കാരൻ എന്തോ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്. അങ്ങനെ അയാൾ ഇവരുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം അറിയുന്നത്. ഈ ബിനു തിരുവനന്തപുരത്തെ ഒരു പൈല തന്നെയാണ്. പോരാത്തതിന് ഒരു ഗുണ്ടക്കൽ ഫാമിലിയിലെ അംഗവും. അതേ ഗായ്സ്, ബിനുവിൻ്റെ തറവാട് മുഴുവൻ ഗുണ്ടകളാണ്. ഇവളും ഒരു ഗുണ്ടയാണ്, ഗുണ്ട ബിനു. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അങ്ങനെ ആ പോലീസുകാരൻ വഴി ആനന്ദ് ഈ സത്യം അറിയുകയാണ്. ദൈവമേ, പിന്നൊരു ഗ്രനേഡിൻ്റെ കൂടെയാണല്ലോ ഞാൻ കിടന്നിരുന്നെന്ന് ഒരു നിമിഷത്തേക്ക് ആനന്ദ് ഓർത്ത് പോവുകയാണ്. ഗുണ്ടയെന്ന് പറഞ്ഞാൽ വെറും ഗുണ്ടയൊന്നുമല്ല, ISI മുദ്രയുള്ള കാപ്പാലിസ്റ്റിൽ പേരുള്ളൊരു ഗുണ്ട. ഏതാ മൂട്? ഗുണ്ട മൂട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. സാർ എന്താ പറയുന്നത്? അവള് ഗുണ്ടാ ലിസ്റ്റില് കൊള്ളാലോ. അതിനുശേഷമാണ് ആനന്ദിന് ബിനുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയാൻ ഒരു ത്വരയുണ്ടാവുന്നത്. ബിനുവിൻ്റെ ശത്രുക്കളാരൊക്കെയാണ്, അതിലാണത്ര പെണ്ണത്ര, ഇതെല്ലാം അറിയണം. അതിനുവേണ്ടി ആനന്ദ് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ വഴി തന്നെ ആനന്ദ് അറിയുകയാണ് ബിനുവിൻ്റെ മെയിൻ ശത്രുവായ കൊട്ട മധുവിനെക്കുറിച്ച്. സംഭവം പുള്ളി കൊട്ടയൊക്കെ ആണെങ്കിലും പുള്ളിയുടെ പേര് കേട്ട തിരുവനന്തപുരത്തെ പൈലകളുടെ പിടുക്ക വരെ വറയ്ക്കും. അജാതി ഒരു മുതലാണത്. കൊട്ടമധു ഈ പിള്ളേരുടെ അടുക്കലും തമിഴന്മാരുടെ അടുക്കലും മാത്രമല്ല മാസ് കാണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പോലീസുകാരോട് മാറി നിൽക്കടാന്ന് പറഞ്ഞാൽ അപ്പോഴേ ചാടി മാറിക്കളയും. ദേ ഇയാൾ ചാടി മാറാൻ വേണ്ടി മാത്രം നിന്നല്ലേ ഇവിടെ. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തൊക്കെയോ ആണ്, മറുഭാഗത്ത് കൊട്ടമധു. ഇവിടുത്തെ പോലീസുകാർക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ പോലും കൊട്ടമധുവിൻ്റെ അനുവാദം വേണ്ടിവരും. കൊട്ടച്ചേട്ടൻ അന്യായ സെറ്റപ്പാണ്. വീടിന് ചുറ്റും 19 ഗുണ്ടകൾ, ഭാര്യയ്ക്ക് കാവലായി 3-4 റൗഡികൾ, പിന്നെ പലതരത്തിലുള്ള ആയുധശേഖരങ്ങളും കൊട്ടേണൻ്റെ ഉണ്ട്. കൊട്ടച്ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പായേ എന്ന ചോദ്യത്തിനുള്ള മറുപടി, പണ്ട് അതായത് വളരെ പണ്ട് കൊട്ടമധു വെറും മധുവായിരുന്ന കാലം. അന്ന് തിരുവനന്തപുരം ഭരിച്ചുകൊണ്ടിരുന്നത് വേറൊരു കാട്ടുമാക്കാനായിരുന്നു, ചിതലനി. എന്തോ നാടേ ഇത്, ചെതലി, കൊട്ട, ബിനു, അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ചിതൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലം. ചിതലിനെ കണ്ടപ്പോഴാണ് കൊട്ടയ്ക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ചിതലിനെ കൊണ്ട് ആ ജില്ലയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങിയപ്പോൾ പോലീസുകാർ തന്നെ ഗുണ്ടകളുടെ ഒരു കരയോഗ മീറ്റിംഗ് കൂടിയിട്ട് ഇവനെ കൊല്ലാൻ ആർക്ക് ധൈര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതാ വരുന്നു കയ്യും പൊക്കി നമ്മുടെ കൊട്ട മധുവണ്ണൻ. ലടുക്കാനായി മേരാ നാം കൊട്ടാ ഹേ അന്ന് പറഞ്ഞൊരു നിപ്പുണ്ട് എൻ്റെ മോനെ. അങ്ങനെ മധുവണ്ണോട് പോലീസുകാർ പറയാണ്, ചെതലിനെ നീ തീർത്താൽ ഈ തിരുവനന്തപുരം നിൻ്റെയാണെന്ന്. തിരുവനന്തപുരം ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൊട്ടയ്ക്ക് ആ കപ്പലണ്ടി പോലും കശുവണ്ടിയായി തോന്നി. എന്തിനാണോ ഈ കപ്പലണ്ടി തിന്നുന്നത് നീ മസിൽ പിടിച്ചിരിക്കുന്നത്? മസിൽ പിടിക്കാതെ ലൂസാക്കിയിടൂ. അങ്ങനെ മസിൽ പിടിച്ച് കപ്പലണ്ടി തിന്നുകൊണ്ട് ചിതലിനെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൊട്ടച്ചേട്ടൻ ആ കാഴ്ച കാണുന്നത്. കുറച്ച് പിള്ളേർ കൂടി നിന്ന് കളിക്കുന്നു. അതിലേറ്റവും പാമ്പ് പിടിച്ചൊരു ചെറുക്കനെ തപ്പിയെടുത്ത് അവന് പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുത്ത്, മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും, അങ്ങോട്ട് ബാ, ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചുതരാം. ഞമ്മക്ക് അധികം ചിലവൊന്നുമില്ല ഉള്ളേ, പൊറോട്ട ഇറച്ചി മേടിച്ചത് അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിച്ചത്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ തീറ്റിച്ച് അവന് ഉന്നം നോക്കി എറിയാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ചെറുക്കനെ ഒരു കായിക താരമാക്കി വളർത്തണമെന്നുള്ള ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല, ഇതുകൊണ്ട് വേറെ പറയാനുണ്ട്, പറയാം. അങ്ങനെ ആ ചെക്കൻ നല്ല ഉന്നമുള്ളൊരു കലാകാരനായി മാറുന്നു. കൊട്ടയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ബെറ്റർ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ്. ചിതലിനെ നേരിടാനുള്ള ബ്രഹ്മാസ്ത്രമായിട്ടാണ് ഈ ചെറുക്കനെ വളർത്തിയെടുക്കുന്നത്. കാരണം എല്ലാവരെയും പോലെയല്ല, ചിതലിനോട് നേരിട്ട് മുട്ടാൻ നിന്നാൽ ചിതൽ കൊട്ടയെ കോണാൻ വലിച്ചു കീറുന്ന പോലെ കീറുമെന്ന് കൊട്ടയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരവസരം കിട്ടിയിട്ടും അവൻ്റെ കയ്യിൽ തല്ല് മേടിച്ച് കൂട്ടാതെ ഈ ചെക്കൻ്റെ കയ്യിൽ ഒരു ബോളിനകത്ത് 2 പന്നിപ്പടക്കോ സെറ്റ് ചെയ്താൽ കൊടുത്തുവിടും.
എന്നിട്ട് അങ്ങോട്ട് മാറി ഇന്ന് അവൻ്റെ തലയ്ക്ക് നേരെ എറിയാൻ പറയും. ഉണ്ട ബിരിയാണിക്ക് നന്ദി കാണിക്കണമല്ലോ. കൊട്ടയെണ്ണം പറഞ്ഞതും ചെക്കൻ അവൻ്റെ തലയ്ക്ക് നേരെ തന്നെ എറിഞ്ഞ് പിടിപ്പിക്കും. ചെതലിൻ്റെ ചെതൽപ്പുറ്റൊക്കെ അവിടെ പൊട്ടി തെറിക്കുകയാണ്. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഞാൻ ചിരിക്കാം. ചിരിക്കരുത്. അഥവാ നിന്നെ പോലീസ് പിടിച്ച ഞാൻ ചേട്ടന്റെ പേരും പറയാം. പറയരുത്. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. താൻ എന്തോന്ന് കൊട്ടയിടവും, എവിടുത്തെ കൊട്ടയിടവും, ഒരു കൊച്ചേക്കനെ കൊണ്ട്. അതിനുശേഷമാണ് മധുവണ്ണൻ കൊട്ട മധുവണ്ണനായി മാറുന്നത്, തിരുവനന്തപുരത്തിൻ്റെ സുൽത്താനായി മാറുന്നത്. അവൻ്റെ പാദങ്ങളുടെ വലിപ്പം വലുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ കഥയൊക്കെ അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? അവിടുത്തെ പിള്ളേർ സെറ്റിൻ്റെ ഇന്ന് ഊക്ക് മേടിച്ചു കൂട്ടുന്നു. കൊട്ട മധു അല്ല, ഏത് കൊമ്പത്തെ മധു ആണെങ്കിലും ശരി. അവന്മാർക്കേ മധുവും കൊതുവും ഒക്കെ കണക്കാടാ. താൻ വലിയ കൊട്ടയാണോ കോണാനോ ഒന്നും നോക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അങ്ങനെ കൊട്ടച്ചേട്ടൻ്റെ ഈ വളർച്ച ബിനുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. കൂട്ടത്തിൽ ബിനുവിൻ്റെ റൈറ്റ് ഹാൻഡായ ദിലീഷ് പോത്തൻ്റെ ഈ ക്യാരക്ടറും. ഇയാളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിനു എന്ത് ഗുണ്ടാ പ്രവൃത്തി ചെയ്താലും അവിടെ ഇവിടെയും പോയി നുണയും കൊതിയും ഒന്നും പറയാതെ ഒരു പത്രം തന്നെ അങ്ങ് അടിച്ചിറക്കും ഇതിനെക്കുറിച്ച്. ഇനി പുള്ളിക്കാർ ചെയ്യാത്ത കാര്യമാണെങ്കിലും അതും കൂടെ പത്രത്തിലെഴുതി നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി. ഏത് സിറ്റി ആയാലും ചെറിയ അടിയും തല്ലും വഴക്കും പെട്ടെന്ന് നടക്കും. പക്ഷെ അതെല്ലാം ചെയ്യണത് ഈ ബിനു ഗാങ് ആണെന്ന് എഴുതി വിടലാണ് ഈ ലത്തീഫിന്റെ വക്രബുദ്ധി. എൻ്റെ കൊച്ചു മാസായെന്ന് കാണിക്കാനാവും അല്ലേ? അങ്ങനെ എവിടെയോ ഇരുന്ന് ഈ പത്രങ്ങളൊക്കെ വായിച്ച ശേഷമാവും ബിനുവിനോട് തന്നെ ഒരു ബഹുമാനം തോന്നി പ്രൊഫഷണൽ ഗുണ്ടയായിട്ട് മാറുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. എന്താ ചെയ്യുക, കൂടെ കൊണ്ടു നടക്കുന്നവന് ഇത്ര ബുദ്ധിയില്ലെന്ന് വെച്ചാ ബിനുവിന് കൊട്ടയോട് ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. കൊട്ടയണ്ണൻ തിരുവനന്തപുരം എന്ന മഹാസാമ്രാജ്യം എടുത്ത് തലയിൽ വെച്ചിരുന്ന ആ കാലം, അതെ ആ തുടക്കകാലം, ബിനുവിൻ്റെ ചേട്ടനായ വേറൊരു ഗുണ്ടയെ നടു റോഡിലിട്ട് കുറെ പിള്ളേർ സെറ്റിനെ കൊണ്ട് വെട്ടിക്കൊല്ലിക്കുന്നത്. ഇത് കണ്ടോണ്ടിരിക്കുകയാവും ബിനു. അതിൻ്റെ പ്രതികാരമാണ് ബിനു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെ വിട്ട് ആളെ കൊല്ലിക്കൽ ഇയാളുടെ ഒരു ശീലം തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിന് പ്രതികാരം വീട്ടാൻ പ്രതികാരദാഹിയായിരിക്കുന്ന ബിനു പല രീതിയിലും കൊട്ടയെ കൊല്ലാൻ നോക്കുന്നുണ്ട്. പല നാട്ടിൽ നിന്നും ഒളിപ്പോരുകൾ നടത്തും. അങ്ങനെ അതൊന്നും കൊണ്ട് ആ കൊട്ട കമത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ബിനു തിരുവനന്തപുരത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഈ നാട്ടിൽ വന്നിട്ടും കൊട്ടയ്ക്ക് നേരെ വേറൊരു ആക്രമണം അഴിച്ചുവിടും. പക്ഷെ കൊട്ടയെണ്ണ അവരെയൊക്കെ ഇടിച്ച് തൂഫാനാക്കി കളയും. പിന്നെയും എന്ത് ചെയ്യാമെന്ന് ബിനുവും ബിനുവിൻ്റെ റൈറ്റ് ഹാൻഡൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും രണ്ടുപേർക്കും ഒരേ ഉത്തരം കിട്ടുന്നത്. അതേ ഗായ്സ്, നമ്മുടെ കൊട്ടയണ്ണൻ്റെ പഴയ ബ്രഹ്മാസ്ത്രത്തെ ഒന്ന് ചെത്തി മിനുക്കി പൊടി തട്ടിയെടുത്താൽ കൊട്ടയ്ക്ക് നേരെ പ്രയോഗിക്കാം. അങ്ങനെ എങ്ങാണ്ട് കടന്നിരുന്ന ചെക്കനെയും കണ്ടുപിടിച്ച് കോംപ്രമൈസിനാണെന്ന് പറഞ്ഞ് കൊട്ടയണ്ണനെയും വിളിച്ചു വരുത്തി. ചെറുക്കം പഴയ പൊറോട്ട കൊതിയനൊന്നുമല്ല, ചെക്കനങ്ങ് വളർന്നുപോയി. ഈ ചെക്കൻ്റെ ഒരു ബോളും കൊടുത്തു വിട്ട് കൊട്ടയണ്ണൻ്റെ മുമ്പിൽ കൊണ്ടങ്ങ് നിർത്തും. അതേ ബോള്, അതേ പന്നിപ്പടക്കം, തല മാത്രം വേറെ. എന്താകും ഗായ്സ്, കൊട്ടയണ്ണൻ ഈ ഏറ് കൊള്ളുമോ? എങ്ങനെ കൊള്ളാതിരിക്കും? കൊട്ടയണ്ണൻ തന്നെ പൊറോട്ടയും ബീഫും മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ മേടിച്ച് കൊടുത്ത് ഉന്നം പഠിപ്പിച്ചതല്ലേ. അങ്ങനെ കൊട്ടയണ്ണൻ്റെ ട്രെയിനിങ് ഒരിക്കലും പരാജയപ്പെടില്ല. അത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളും. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. ആ ചെക്കനെ കാണുന്നു. ബാടാ ഒരു പൊറോട്ട മേടിച്ച് തരാം എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ കൊട്ടയണ്ണൻ്റെ തലയ്ക്ക് നേരെ തന്നെ ആ ബോൾ എറിയുകയാണ്. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. ചിതലിനെ കൊല്ലാൻ ഒരു കൊട്ടയുണ്ടാക്കി, ഇനി കൊട്ടയെ കൊല്ലാൻ വേറൊരു കൊട്ടയുണ്ടാക്കുമോ? ദേ ഉണ്ടായിരിക്കുന്നു ഗൈസ്. അങ്ങനെ അവിടെ വലിയ കച്ചറയൊന്നും ഉണ്ടാക്കാതെ ഒറ്റയേറിന് തന്നെ കൊട്ടച്ചേട്ടൻ സമാധിയാകും. കാണില്ല, സംസാരിക്കില്ല, പറ്റൂല. സമാധി സമാധി സമാധി. ഇനി എന്തായിരിക്കും ആ നാടിൻ്റെ അവസ്ഥ? പുതിയ കൊട്ടസ്ഥാനം ഈ ചെക്കൻ ഏറ്റെടുക്കുമോ? ഇല്ല ഗായ്സ്, അതിനവിടെ മറ്റൊരാൾ കൂടിയുണ്ട്. കൊട്ടയണ്ണൻ്റെ ഭാര്യ പ്രമീള. കൊട്ടയണ്ണ മരിച്ച് 2-ാം ദിവസമായതും കൊട്ടയണ്ണൻ്റെ പദവി പ്രമീള ചേച്ചി ഏറ്റെടുത്ത് വെറും പ്രമീള കൊട്ടപ്രമീളയാവുകയാണ്. അന്ന് കാട്ടുതീ പടർന്നു. അങ്ങനെ തിരുവനന്തപുരം മറ്റൊരു ലേഡി ഗുണ്ടയ്ക്ക് കൂടെ സാക്ഷ്യം വഹിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടില്ലാണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല.
എല്ലാം ഞാൻ നേരിടാൻ പോവാ. അങ്ങനെ ആ സ്ഥാനമേറ്റതും ജസ്റ്റിസ് ഫോർ കൊട്ടമധു എന്ന പ്രഹസനത്തിനുള്ള തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ ബിനു തന്നെയാണെന്ന് പ്രമീള ചേച്ചിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രമീളയും ഗുണ്ട ബിനുവും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇനി നടക്കപ്പോറത് യുദ്ധം എന്താകുമോ എന്തോ. ആരുടെ ഭാഗത്താണ് ന്യായം? കൊട്ട ടീമിനാണോ വിജയം? ഗുണ്ട ടീമിനാവുമോ വിജയം? പ്രമീള ചേച്ചി സ്കോർ ചെയ്യുമോ? ഗുണ്ട ബിനു സ്കോർ ചെയ്യുമോ? കൊട്ട മധുവിന് നീതി ലഭിക്കുമോ? കാത്തിരുന്ന് കാണാം ഗൈസ്. കാത്തിരിക്കത്തേ ഉള്ളൂ. നമുക്ക് കാണാം. കാണാം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ നീ കൊള്ളാമല്ലോടി പെണ്ണ്. ഒരു മൈൻഡും കൊള്ളുന്നില്ല. ഷാജി കൈലാസ്, ആസിഫ് അലി, പൃഥ്വിരാജ്, ഏറ്റവും നല്ല ഒരു പടം, ഒരു ബോർ പടം. കാൽക്കാശിന് നിലവാരമില്ല. കാൽക്കാശിന് ഇനിയാണ് ആരംഭിക്കുന്നത്.